അപ്പൊ ഹലോ യൂട്യൂബ് റെക്സ് ചെയ്യുക. അപ്പൊ നമ്മുടെ BGML സ്നൈപ്പർ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന AR ആണ് ലോങ് റേഞ്ച് ഫൈറ്റ് എടുക്കാൻ. മാക്സിമം ആൾക്കാർ യൂസ് ചെയ്യുന്ന നമ്മുടെ M4 സ്കാർല് ഓഗ് അങ്ങനെയുള്ള 5 ഗൺസ്, അതിന്റെ കൂടെ തന്നെ AKM M7 വെച്ച് സ്പ്രേ ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. അതൊന്നും അല്ല ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ MG3 6x വെച്ച് പഠിച്ച എങ്ങനെ ഇരിക്കുന്നതാണ്. അത് 1 അല്ല 2 അല്ല 3 അല്ല 4 സ്പ്രേ അവിടെ കാണിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഞാനും കിച്ച് പോയി കൂടെ ഒരു ഫൈറ്റിന്റെ ഇടയ്ക്കോട്ടേക്ക് എന്ന് കയറി കൊടുക്കുന്നുണ്ട്. 2 സൈഡിൽ നേടി അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടു നോക്ക്. ഉമ്മാരെ അടിച്ചു പുറകെ എനിക്കാണെങ്കിൽ വട്ടായി പോയി. കാരണം എവിടെ നിന്നൊക്കെ അടി വരുന്നുണ്ടായിരുന്നു. ഇവിടെ മൾട്ടിപ്പിൾ സ്ക്വാഡ്സ് ആണ്. ഞാൻ എന്തായാലും അവിടെ നിന്ന് നേരെ ഹീൽ ചെയ്യാൻ വേണ്ടി അറിയാതെ ചൂലി കയറി എന്തായാലും പാചനടിലോട്ട് ഹീൽ ചെയ്യുന്ന താമസം ഒരു 10 വന്ന് വെള്ളത്തിലോട്ട് ചാടും. എനിക്കാണെങ്കിൽ കരയിലോട്ട് കയറാനും പറ്റുന്നില്ല, വെള്ളത്തിലോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല. ആകെ ചെറുത്താനും കടയിൽ നടക്കുന്ന അവസ്ഥ. എന്തായാലും അവൻ നൈസായിട്ട് വെള്ളത്തിലോട്ട് തന്നെ പോയിട്ട് എനിക്ക് അവനെ എടുക്കാൻ പറ്റും. അവിടുന്ന് നൈസായിട്ട് അവനെ അങ്ങ് ഞെക്കിട്ട് നൈസായിട്ട് ഒരു റൊട്ടേഷൻ അങ്ങ് എടുത്തു. നോക്കുമ്പോൾ 2 അവന്മാർ ആ പാറയുടെ സ്മോക്ക് കണ്ട ആ പച്ച കളർ അവിടെ 2 അവന്മാരുണ്ട്. അതിൽ ഒരുത്തനെ അടിക്കുന്ന കണ്ടോ അവിടെ നിങ്ങൾ. അതാണ് ആദ്യത്തെ സ്പ്രേ. അവിടുന്ന് അവന്മാർ കില്ല് കിട്ടിയല്ലോ എനിക്കറിയില്ല. കാരണം നമ്മൾ സോൺ വന്നോണ്ട് സോൺ പിടിക്കാൻ വേണ്ടി സോണിലോട്ട് കയറി. സോണിൽ കയറി കഴിയുമ്പോൾ ഇവിടെ പക്ക റൊട്ടേഷൻ. അതിലൊരുത്തനെ അങ്ങ് എടുക്കും കണ്ടോ. OBCയിൽ ഇമാറയിലൊക്കെ സെൽഫ് ഉണ്ട്. അവന്റെയും കില്ലും കിട്ടിയില്ല. ചെസ്റ്റ് നമ്പർ 3 ഓൺ സ്റ്റേജ്. ഈ 3 എണ്ണത്തിനെക്കാളും OP സ്പ്രേ എന്ന് എനിക്ക് തോന്നി ലാസ്റ്റത്തെയാണ്. സോൺ പിന്നെയും പോയിട്ട് തന്നെ റൊട്ടേഷൻ എടുത്ത് നോക്കുമ്പോൾ 2 അണ്ണന്മാരും മലക്കോട് ഓടി നടക്കുന്നു. കൊടുത്തില്ലേ. അതിലൊരുത്തനെ കിട്ടി, ഒരുത്തനെ ഡാമേജ് കൊടുത്തോണ്ട് നൈസായിട്ട് കിച്ച് പ്രോ അവനെ എടുത്തു. ഇനി അവിടെ ഒരു സോളോ ഉള്ളൂ. നൈസായിട്ട് ക്ലോസിങ് ചെയ്യും. അവനെ അങ്ങ് ക്രോസിക്ക് എടുത്തു. അപ്പൊ MG3 സ്പ്രേസ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കില്ല. അപ്പൊ ഈ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ.